ഫ്രണ്ട്സ് IBDSN ഹബിൻ്റെ ഫോണ്ട് ക്രിയേറ്റിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ നമ്മുടെ ഡിസൈനിങ്ങിലും കാര്യങ്ങളിലൊക്കെ ധാരാളം ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. പലരും ഉണ്ടാക്കി വെച്ച പല മോഡലുകളിലുള്ള ഫോണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫോണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് IBDSN ഹബ് ഒരുക്കുന്നത്. അതും നിങ്ങളുടെ മൊബൈൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രീമിയം ആപ്ലിക്കേഷനും എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ നൽകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഫോണ്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രൂപം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് 3 ഡേ വർക്ക്ഷോപ്പാണ്. 3 ദിവസമായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് ഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണ്ട് മേക്കർ, നമ്മുടെ ഈ ഒരു ആപ്പ് ഫോണ്ട് മേക്കർ, നമ്മൾ ഫോണ്ട് മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പിനെ, ഫോണ്ടർ പ്രോ എന്നുള്ള ഈ ഒരു ആപ്പ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ ഓരോ ടൂളുകളും കാര്യങ്ങളും പരിചയപ്പെടുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ഈ ആപ്പ് ഫുള്ളായിട്ട് പഠിക്കും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കും. ഞാൻ എത്രത്തോളം സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലെങ്ത്ത് കുറക്കാൻ വേണ്ടി പരമാവധി സ്കിപ്പ് ചെയ്യും. പ്രധാന ഭാഗങ്ങളൊന്നും വിടാതെ തന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പരമാവധി നിങ്ങൾക്ക് നിങ്ങളുടെ ചടപ്പ് കുറക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു മടുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതിനത്ര ഞാൻ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഓൺലൈനിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ കാണുന്നത് അല്ലേ. ഫോണ്ട് മേക്ക് ചെയ്യാൻ അധികം ആർക്കും അറിയാത്തൊരു ട്രിക്കാണ് ഈ ഒരു ഫോണ്ട് മേക്കർ എന്നുള്ളത്. ഈ ഫോണ്ടർ പ്രോ എന്നുള്ള ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അധികം ആർക്കും അറിയില്ല. നമുക്കിതിൽ മലയാളം, ഇംഗ്ലീഷ് ഈ 2 ഫോണ്ടുകളോ ലാംഗ്വേജിലുള്ള ഫോണ്ടുകളോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആപ്പിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാം. നാളത്തെ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാം. ഒക്കെ സിമ്പിളാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3-ാമത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഫോണ്ടുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് നമ്മൾ 3-ാമത്തെ ഡേയിൽ നമ്മൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒരു ഇതിൽ പോയിട്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഫോണ്ടർ പ്രോ IBDSN ഹബ് ഇറക്കിയിട്ടുള്ള ഈ ഒരു മോഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഈ ഒരു ഫോണ്ടർ പ്രോ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ എന്താക്കുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ അല്ലേ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ നമുക്കിനി എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ ഫോണ്ടർ പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലാഷ് സ്ക്രീന്. ഓക്കെ, നമ്മുടെ ആപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ തന്നെ ചെയ്തു വെച്ച ഒരു ഇതാണ്. നേരത്തെ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കിയിട്ടുള്ളൊരു ഫോണ്ടിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഈ അടിയിലുള്ളതാണ് നമ്മുടെ മെയിൻ ഓപ്ഷൻസ്. ഓക്കെ അല്ലേ. മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ന്യൂ എന്നുള്ള ഓപ്ഷന്, ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ടർ ടൈറ്റിൽ, ഇത് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ പേര് തന്നെ ഇതിലെന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കളയാം. നമുക്ക് എന്ത് പേരാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ജസ്റ്റ് ഒന്ന് ഇടുക. അപ്പോൾ ഞാൻ ഒരു മലയാളി എന്നുള്ളൊരു പേരിടാണ്. മലയാളി എന്നുള്ളൊരു മറ്റൊരു ടൈറ്റിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ പോപ്പപ്പ് വന്നത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ മലയാളി ഡിസൈനർ എന്നുള്ളൊരു പേര് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. മലയാളി ഡിസൈനർ എന്നാണ് ഞാൻ നമ്മുടെ ഈ ഒരു ഫോണ്ടിൻ്റെ പേരെടുത്തിരിക്കുന്നത്. ഓർഡർ ഞാൻ IBDSN ഹബ് തന്നെ വെക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോൺടാക്റ്റ് ലിങ്കാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ലിങ്ക് അവിടെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത് അതുപോലെ അവിടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റാനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് അതിന് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എന്ത് ലിങ്കും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതവിടെ കൊടുത്തു. ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ
ഏത് ലാംഗ്വേജും നമുക്ക് വെക്കാം. ഏതായാലും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് വെച്ചാൽ മതി. ഇംഗ്ലീഷിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമ്മൾ ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഫോണ്ട് ക്രിയേറ്റിംഗ് ഏരിയയുടെ ഇത് എന്നുള്ളത്. എന്ത് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 വരകളാണ് ഈ ഒരു വര. ഈ ഒരു വര എന്നുള്ളത് ഞാൻ ഇവിടെ വരക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ ഒരു വരയും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു വരയും നമ്മൾ എന്താവണം ശ്രദ്ധിക്കണം. ഈ 2 വര, അതായത് എന്താ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു വരി. നമ്മൾ ഓരോ വരിയായിട്ട്, അതായത് ഒറ്റ വരിയിലാണല്ലോ നമ്മുടെ എഴുത്ത് വരിക. ആ ഒരു വരി കറക്റ്റായിട്ട് നമ്മുടെ വളവും തിരിവൊന്നും ഇല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വരി കറക്റ്റായിട്ട് വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാൻ കഴിയുള്ളൂ. ഈ ഒരു വരി കൃത്യമായിട്ട് ഈ ഒരു വരി കറക്റ്റാക്കി നമ്മൾ ഇതിൽ ഫോണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ നേരെ കറക്റ്റായിട്ട് നേരെ അളവിലുള്ള ഒരു എഴുത്ത് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഇത് എന്താവണം, ഈ ഒരു ഇതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു വരയും നമ്മളെന്താണ്, ഈ ഒരു വര ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഇതിലേറെ ഈ ഒരു എ എന്നുള്ളത് ഇതിലേറെ അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താകും, അത് മറ്റൊരു അക്ഷരത്തുമായിട്ട് കൂട്ടിമുട്ടാനും അങ്ങനെയുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു സ്പേസ് വിട്ടിട്ട് തന്നെ എന്താകുക, നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ബ്രഷുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒന്ന് നമ്മുടെ റൗണ്ട് നിബുള്ള ബ്രഷും, അതുപോലെ നമ്മൾ കാലിഗ്രഫിക്കൊക്കെ യൂസ് ചെയ്യുന്ന രൂപത്തിലുള്ള ചെരിഞ്ഞ നിബുള്ള ബ്രഷും. അത് നമുക്ക് ഈ ചെരിഞ്ഞ ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെരിവ് നമുക്ക് ഇതിനനുസരിച്ച് കണ്ടില്ലേ, ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ ഒരു റൗണ്ട് പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ നിബിൻ്റെ വീതി അത് എത്രത്തോളം തിക്കായിരിക്കണം ആ ഒരു ഇത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നമ്മളിവിടെ കൂട്ടുന്നതിനും കുറക്കുന്നതിനും അനുസരിച്ച് ഈ ഒരു ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു ചെരിഞ്ഞ ആ ഒരു വരയുടെ വീതിയും ഇതും കൂടുന്നതും കുറയുന്നതും നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താക്കി കൊടുക്കാൻ പറ്റും, ഇതിൻ്റെ നിബ്ബ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ചെരിഞ്ഞതുണ്ടാവില്ല, നമുക്ക് എത്രത്തോളം ഇത് വലുതാക്കി കൊടുക്കണം നിബ്ബ്, അതായത് തിക്ക് കൂട്ടി കൊടുക്കണം. അതിനനുസരിച്ച് ആ റൗണ്ട് പിടിച്ച് തിരിച്ചാൽ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ഇത് എടുത്തു വെച്ചു. ഇനി അതിനപ്പുറത്തുള്ളൊരിത്, ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വര വരച്ചു. ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് എറൈസറിൻ്റെ ഒരു ഓപ്ഷനാണ്. അതും എന്താകാം, നമുക്ക് 2 തരം നിബുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെരിഞ്ഞ നിബിലൂടെ എറൈസ് ചെയ്യാൻ കണ്ടില്ലേ, അത് ചെരിഞ്ഞ നിബിലൂടെ എറൈസ് ആയത്. ഇനി റൗണ്ട് നിബിലൂടെ എറൈസ് ആയി. അതിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊണ്ട് ഒരു ഇത് വരച്ചു, ഒരു ഷേപ്പ് വരച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യണം. കളർ കൊണ്ട് ഫില്ലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി, അവിടെ ഈ ഒരു മഷി പാരുന്ന ആ ഒരു ചിഹ്നം അത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ കള്ളിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഫില്ലാവും. കണ്ടില്ലേ, ഞാനിപ്പോൾ മായ്ച്ചിരുന്ന എല്ലാതും ഞാൻ ഫില്ലാക്കി എടുത്തു. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ, അപ്പോൾ ഞാൻ അത്രയും ചെയ്തു, ഒക്കെ മായ്ച്ച് കളഞ്ഞു. ഇനി ഞാൻ എന്താക്കുകയാണ്, ഇനി ഞാൻ ഉദാഹരണത്തിന് ഒരു ഞാൻ അതിൻ്റെ മുമ്പ് ബ്രഷ് ഒന്ന് മാറ്റി കേട്ടോ. ബ്രഷ് നമ്മുടെ റൗണ്ട് ബ്രഷ് എടുത്തു, കുറച്ച് കട്ടി കൂട്ടി കൊടുത്തു. ഇനി ജസ്റ്റ് ഞാൻ അധികം ഇതൊന്നും കാട്ടുന്നില്ല കേട്ടോ, അധികം മോഡലൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ചെറിയൊരു ഇത് കാട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണിപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത് എന്നുള്ളത്. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എന്ത് മോഡലിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ചെറിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം.
അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത അത് ഇനി നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ ഉള്ളത് പോലെയല്ല. ഇപ്പോൾ അതിൻ്റെ ഓരോ അരികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷായിട്ട് വന്നു അല്ലേ. അതൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഇത് ചെയ്യാൻ പറ്റും, ഇതാക്കണേ. ഇപ്പോൾ അതിൻ്റെ അരു നോക്കിക്കോളും. ഞാൻ ഈ ഒരു ഓപ്ഷൻ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടെ ഇതാക്കുന്നുണ്ട്. അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ ഈ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്, നമ്മുടെ ഫിനിഷിങ് ആക്കുന്ന ഓപ്ഷൻ. അത് ചെയ്തതോടുകൂടെ അതിൻ്റെ എല്ലാ അരികളും കാര്യങ്ങളൊക്കെ ഫിനിഷായി വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഫിനിഷിങ് ആക്കാനുള്ള ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഈ എഴുതി വെച്ച 7 ഫുള്ളായിട്ട് കളഞ്ഞു. ഇനി ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് എന്താകണം, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു എയുടെ ഒരു ഇതുണ്ട് അല്ലേ. ആ ഒരു പ്രിസെറ്റ് പോലെ വെച്ച് അതിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താവുക, ഇത് അപ്ലി ഹിൻറ്റ് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയുടെ കറക്റ്റിന് ഒരു എയുടെ സംഭവം വരും. ഇനി നമുക്ക് അതിൽ അപ്ലി ഹിൻറ്റ് കൊടുത്ത് അത് നമുക്ക് വേണ്ട രൂപത്തിൽ എഡിറ്റ് ചെയ്താണ്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോണ്ട് നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ അല്ലേ, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഈ അപ്ലി ഹിൻറ്റ് എന്നുള്ള ഈ ഒരു ഇത്. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഒരു എ ആയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ അപ്ലി ഹിൻറ്റ് എടുത്തു, അത് ഞാൻ കുറച്ച് നീളം കൂട്ടി. ഈ നീളം കൂടിയ ഒരു ടൈപ്പായിട്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി ഇതിനോടൊന്ന് ചാരി വെക്കണം കേട്ടോ. ചാരി വെച്ചു, ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റായി. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, എറൈസർ എടുത്തിട്ട് ജസ്റ്റ് ഒരു മോഡലാക്കി മാറ്റാനും പറ്റും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതെടുത്ത് ഇതാക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഒരു മോഡൽ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു മോഡൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിന്മേൽ നമുക്ക് ഡിസൈൻ ചെയ്ത് അങ്ങനത്തെ ഒരു ഇതാക്കി മാറ്റുന്നതും പറ്റും എന്നർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് സെറ്റായില്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇനി നമ്മൾ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഇത് നമുക്ക് എന്താകാം, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറൊരു ചിത്രം വരുന്ന പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ധാരാളം കാറ്റഗറീസ് ഉണ്ട്. അനിമൽസിൻ്റെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അവിടെ ധാരാളം ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അനിമൽസ് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ധാരാളം അനിമൽസിൻ്റെ കാറ്റഗറി അവിടെ, പിന്നെ ഹ്യൂമൻ്റെ ഇതാക്കണ അങ്ങനെ കുറേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്ട്സിൻ്റെ അത് അവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെയും ധാരാളം ഷേപ്പുകൾ വരുന്നുണ്ട്. പ്ലാന്റിൻ്റെയും വരുന്നുണ്ട്, പൂവുകളും ചെടികളും അങ്ങനെ പലതും വരുന്നുണ്ട്. ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതവിടെ വെക്കാൻ പറ്റും എന്നർത്ഥം. ഞാൻ ജസ്റ്റ് ഞാൻ ഈ ഒരു കപ്പലിൻ്റെ ഇത് വെക്കുന്നു. എയുടെ സ്ഥാനത്ത് എന്തായി ഈ ഒരു കപ്പൽ വെക്കുകയാണ്. കപ്പൽ വെച്ചിട്ടു ജസ്റ്റ് അതിൻ്റെ വലിപ്പമൊന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കപ്പലൊന്ന് സെറ്റാക്കി പുറത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പൽ അവിടെ സെറ്റായി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കപ്പലായിരിക്കും വരിക. ആ ഒരു രൂപത്തിലാണ് അത്. ഓക്കെ അല്ലേ. അപ്പോൾ അതിനാണ് ഈ ഷേപ്പ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, നമുക്ക് വേണ്ട ഇത് എടുത്ത് വെക്കാൻ പറ്റും എന്നർത്ഥം. ഇങ്ങനെ പല ഷേപ്പുകളും ഇതിൽ ഓരോന്നൊന്നും വേണമെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ എടുത്ത് ആ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളതാണിത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താക്കാം, നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വലുപ്പം ഹൈറ്റും കുറക്കണം എന്നുണ്ടെങ്കിൽ ഇതാക്കണം. ഈ ഒരു രൂപത്തിൽ ഈ 4 സൈഡിലെ കോളങ്ങൾ പിടിച്ച് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റാക്കാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റും. ഇനി നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ ലെറ്ററിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ 2 സ്വിച്ചുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ സ്വിച്ചുകൾ നോക്കി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വരും. കണ്ടില്ലേ, ഇപ്പോൾ സിയിലാണുള്ളത്. ഇത് നോക്കി കഴിഞ്ഞാൽ DEF. അതുപോലെ തന്നെ 2 സൈഡിലേക്കും വരാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊക്കെ എന്താകുന്നു ഓരോ സ്പെല്ലിങ്ങിൻ്റെ അടുത്തേക്കും പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഓപ്ഷൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ലെറ്ററിൻ്റെ സ്ഥാനത്തേക്കാണ് എത്തേണ്ടത് അവിടെ ഞാൻ 5 എടുത്തു, 5ൻ്റെ ഭാഗത്തേക്ക് എത്തി. കണ്ടില്ലേ? അങ്ങനെ പോകാനുള്ളതാണ് ഈ ഒരു ഇത് എന്നുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ അപ്പോൾ ഇനി ഈ 2 ഓപ്ഷന് അതിൻ്റെ ഗ്രിഡ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇത് സെറ്റ് ചെയ്യുന്നത് പല രൂപത്തിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഏതാണ് വേണ്ടത് എന്നുള്ളത് വേറൊരു മോഡലിലായിരിക്കും ഇവിടെ വരിക. അപ്പോൾ സ്മാർട്ട് ഗ്രിഡ് കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് എടുത്ത് ഇതാക്കാനുള്ള ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ഗ്രിഡ്. ക്ലാസിക് ഗ്രിഡാക്കി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് വരും. പിന്നെ ഇവിടെ വരുന്നത് സെറ്റിങ്സ്, റീസെറ്റ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടൈറ്റിൽ അങ്ങനത്തതൊക്കെ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റീസെറ്റ് നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത ഡ്രാഫ്റ്റ് റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് അത്. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇനി നമ്മൾ ഓപ്പൺ ആക്കിയത് ഈ ഒരു ബാർ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത് പോകും. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതാക്കണ ഒരു ബ്രഷ് എടുത്തു, അതിൽ ഒരു ചതുരം വരച്ചു അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനിപ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ല. ഫിനിഷിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കണ്ടേ? ഈ ഒരു ഓപ്ഷൻ എടുത്തു, ഞാനത് ഫിനിഷിംഗ് ആക്കി. ഓക്കെ അല്ലേ? എനിക്ക് ഇങ്ങനെയല്ല വരേണ്ടത്. ഒരു സ്ട്രോക്ക് പോലെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവരുത്, പുറം മാത്രം ഒരു വര പോലെയാണ് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? അതിനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ഇതിൽ നിഴൽ പോലെ നമ്മൾ ഏത് അക്ഷരത്തിൻ്റെ സ്ഥാനത്തുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടില്ലേ? ഇവിടെ നിഴൽ പോലെ കാണുന്നുണ്ട് അല്ലേ? അതിനെ മറക്കാനുള്ളതാണ് എന്നുള്ളത്, അതിനെ മറക്കാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. കണ്ടില്ലേ? ഇപ്പോൾ അത് പോയി. അങ്ങനെ നമുക്ക് അതിനെ മറക്കാനും ഇതാക്കാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും, അൺഡു ചെയ്യാനോ റീഡോ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഫോണ്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇത് അടിക്കുക. നമ്മൾ ഇവിടെ അടിക്കുമ്പോൾ കണ്ടില്ലേ? ഈ അടിച്ചപ്പോൾ ആ ഒരു കപ്പൽ വന്നു, സി അടിച്ചപ്പോൾ. ഇനി നമുക്കത് ഫോണ്ടായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ അടിക്കുക. ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ അടിച്ചിട്ട് നമുക്ക് ഫോണ്ടായിട്ട് എന്താക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ചാറ്റിൽ തന്നെ അത് ഷെയർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഇനി നാളത്തെ ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് സെറ്റാക്കാൻ പറ്റുക, ഇംഗ്ലീഷ് ടൈപ്പിംഗ്, ഇംഗ്ലീഷ് ഫോണ്ടുകൾ എങ്ങനെയാണ് സെറ്റാക്കുക എന്നുള്ളതാണ് നമ്മൾ നാളത്തതിൽ പറയുന്നത്. നാളത്തതിൽ ഇതിപ്പോൾ ഏകദേശം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നാളത്തെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നാളത്തെ വീഡിയോയുടെ. പിന്നെ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് മലയാളം ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് മറ്റന്നാളത്തെ ക്ലാസ്സിലായിരിക്കും മലയാളം ഫോണ്ടിൻ്റെ വരിക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യും. അത് മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകിൽ നമ്മുടെ യൂട്യൂബ് ചാനലായിരിക്കും ഇടുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പോയിട്ട് എന്താകേണ്ടി വരും, ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ വേറെയും കുറേ വീഡിയോസ് നിങ്ങൾക്ക് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ധാരാളം വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഒരു TTF ഫയൽ, മലയാളി ഡിസൈനർ എന്നുള്ള പേരിലുള്ളൊരു TTF ഫയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താകാൻ പറ്റുന്നതാണ്, ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.